ഇന്ത്യ പാക് അസ്വസ്ഥത രൂപപ്പെട്ടിരിക്കെ ഒരു സായുധ പോരാട്ടത്തിലേക്ക് എത്തി എന്ന വാർത്ത വന്നാൽ തികച്ചും ആശങ്കയോടെ മാത്രമേ ജനങ്ങൾക്ക് ആ വാർത്തയെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. മാധ്യമങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ സഹായിക്കുന്ന വാർത്തയായിരിക്കും അത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈഗോ ഒരു യുദ്ധത്തിലേക്ക് എത്തിയാൽ അത് കാശ്മീരിലോ പഞ്ചാബിലോ മറ്റ് അതിർത്തി പ്രദേശങ്ങളിലോ ഉള്ള ആളുകളെ മാത്രം ആയിരിക്കില്ല ബാധിക്കുന്നത്. ഇങ്ങ് തെക്കുള്ള കേരളത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും ബാധിക്കും. അതിലൊന്നാമത്തേത് ആവശ്യ വസ്തുക്കളുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള പല ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെയാകും. നിലവിലെ കറൻസി മൂല്യം കുത്തനെ ഇടിയും. ഓഹരി വിപണി തകരും. ടൂറിസം മേഖല മുഴുവൻ ശോഷിച്ച് ഇല്ലാതെയാകും. കോവിഡ് കാലത്ത് ടൂറിസം മേഖല അഭിമുഖീകരിച്ച അതേ പ്രതിസന്ധിയായിരിക്കും വരാൻ പോകുന്നത്. പുതിയ നിക്ഷേപങ്ങൾ രാജ്യത്ത് വരികയുമില്ല. ഉള്ള അന്താരാഷ്ട്ര കമ്പനികൾ പലതും രാജ്യം വിട്ടു പോകുകയും ചെയ്യും. മറുചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ രാജ്യത്തെ ഞെരുക്കാൻ പരിശ്രമിക്കും. ഇതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. നിരവധി ആളുകൾക്ക് ജോലി നഷ്ടമാകും. നിരവധി വ്യവസായങ്ങൾ ലാഭമില്ലാതെ അടച്ചുപൂട്ടേണ്ടി വരും. ആളുകൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. ഇതിനെല്ലാം പുറമെ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ നിമിഷവും ജനങ്ങളെ മുൾമുനയിൽ നിർത്തും. പാകിസ്ഥാന് തിരിച്ചടി ആയുധം കൊണ്ട് നൽകണം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് രാജ്യത്തിന് വലിയ ദോഷം ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നിലവിലെ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ചൈനയാണ്. ഇന്ത്യ സാമ്പത്തികമായി മുന്നേറുമ്പോൾ അതിനെ ഇല്ലാതാക്കാനാണ് ചൈനയുടെ ശ്രമം. അതിനായി ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുകയാണ്. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധ നിമിത്തം നിരവധി കമ്പനികൾ ചൈനയിൽ നിന്ന് അവരുടെ ഉൽപാദന യൂണിറ്റുകൾ ഇന്ത്യയിലേക്ക് മാറ്റുവാൻ പോവുകയാണ്. വലിയൊരു നിക്ഷേപ കേന്ദ്രമായി മാറാൻ പോകുകയാണ് ഇന്ത്യ. ചൈനയിൽ നിന്നുള്ള പെൻഡിംഗ് കയറ്റുമതികളും ഇന്ത്യൻ കമ്പനികളിലൂടെയാണ് ഇപ്പോൾ ചൈനീസ് കമ്പനികൾ നടത്തുന്നത്. ചൈനീസ് സംരംഭകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് താല്പര്യക്കുറവൊന്നുമില്ല. ഇന്ത്യ അനുവദിക്കാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ തുടർന്നാൽ വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യയിലെത്തി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും. ഇത് മനസ്സിലാക്കിയ ചൈന ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുവാൻ പാകിസ്ഥാനെ ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാൻ ചൈനയുടെ ഒരു കടക്കാരനാണ്. പാകിസ്ഥാനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചാൽ ആയുധം വിറ്റ് വരുമാനം നേടാനുള്ള ലക്ഷ്യവും ചൈനയ്ക്കുണ്ട്. ഇന്ത്യയുടെ രക്തം തിളപ്പിക്കാൻ പാകിസ്ഥാൻ വഴി ചൈന ശ്രമിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ തന്നെ പാകിസ്ഥാൻ ചാരമായി മാറും. എന്നാൽ ഒരു വിജയത്തിനും പരാജയത്തിനും പുറമെ ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന നേട്ടം ഇല്ലാതെയാകും. ജനങ്ങളുടെ സ്ഥിതി കഷ്ടമാകും. ചൈനയുടെ ലക്ഷ്യം സാധിക്കും. ഒരു യുദ്ധമുണ്ടായാൽ പരോക്ഷമായി വിജയിക്കുന്നത് ചൈനയായിരിക്കും. വാർത്തകളിലെല്ലാം തന്നെ ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകളാണ് വരുന്നത്. ഒരു തിരിച്ചടി നൽകുമ്പോൾ ചൈനയുടെ പ്രേരണയാൽ പാകിസ്ഥാൻ ഒരു മിസൈൽ ആക്രമണം നടത്തിയാൽ പിന്നെ ഇന്ത്യക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ചയെ ഇല്ലാതാക്കാനുള്ള ചൈനയുടെ ലക്ഷ്യം മനസ്സിലാക്കി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ നോക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ കടമയാണ്. ഐക്യരാഷ്ട്ര സഭയിൽ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഭീകരവാദം ഉയർത്തി കാണിക്കാൻ ഇന്ത്യക്ക് കഴിയും. സാമ്പത്തിക മാന്ദ്യത്തിലായിരിക്കുന്ന പാകിസ്ഥാന് മുൻപിൽ ഇതാണടാ ഇന്ത്യ എന്ന വികസിത ഇന്ത്യയെ ചൂണ്ടിക്കാട്ടി പറയാൻ കഴിയണം. ഇന്ത്യയിലെ വികസനം കണ്ട് നാളെ പാകിസ്ഥാൻ ജനത പാകിസ്ഥാനെ ആ സ്ഥിതിയിലാക്കിയവരെ തള്ളിപ്പറയണം. അതാണ് തിരിച്ചടി. ഇന്ന് കൂടിയ കേന്ദ്ര മന്ത്രിസഭയിലും പ്രധാനമന്ത്രിയുടെ ഉന്നതതല യോഗത്തിലും എന്താണ് തീരുമാനിച്ചെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ വിവേകപരമായ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതിയുടെ പാതയിൽ യാത്ര ചെയ്ത് ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ.